ഞാൻ സുബ്രഹ്മണ്യ മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥിയാണ്. മൊബൈൽ നമ്പർ 8139062370. ഇന്ന് ഞാനൊരു പ്രഭാഷണം നടത്തുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. വിഷയം വിഡ്ഢികൾ നമ്മൾ. സിനിമക്കാരെ തലയിൽ കയറ്റിയ വിഡ്ഢികൾ നമ്മൾ. നക്ഷത്രമെന്ന് പറഞ്ഞു നടന്ന വിഡ്ഢികൾ നമ്മൾ. സാംസ്കാരികത ഇല്ലാത്ത വിഡ്ഢികൾ ആയ സിനിമക്കാരെ കൊണ്ടു നടന്ന വിഡ്ഢികൾ നമ്മൾ. ഇങ്ങനെ തലയുടെ ബുദ്ധിയിൽ ഇങ്ങനെയുള്ളതായിട്ടുള്ള മൂല്യം കുറഞ്ഞ വ്യക്തികളെ തലയിൽ കയറ്റി ഇത്ര കാലം ഇങ്ങനെ ജീവിച്ച നിങ്ങൾ എന്തു നേടി? യഥാർത്ഥത്തിൽ സിനിമ എന്ന് പറയുന്നത് ഒരു കല ആണ് എന്ന് മുൻകാലങ്ങളിൽ പറഞ്ഞ് ഇരുന്നത്. ഇന്ന് അത് ഒരു വ്യവസായമാണ്. വ്യവസായം ആയതോടുകൂടി അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുകയും വളരെ മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയത് അല്ല. എന്നാൽ ഇന്നത്തെ ജനത അതിനെ സധൈര്യം എതിർക്കുന്ന രീതിയിൽ എന്ത് സംഭവിച്ചാലും തുറന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് വളരെയധികം നന്ദി. സിനിമാ മേഖലയിൽ വളരെ അധികം ശുദ്ധീകരണം അനിവാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ളതായിട്ടുള്ള സിനിമാ മേഖലയോടുള്ള ഭ്രമം മൂലമാണ് എല്ലാവരും അവരുടെ ബുദ്ധിയിൽ മൂല്യമുള്ളതായിട്ടുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾ സൂക്ഷിക്കാതെ മൂല്യം കുറഞ്ഞ ഈ സിനിമാ നടന്മാർ പറയുന്നതായിട്ടുള്ള വാക്യങ്ങളൊക്കെ സൂക്ഷിച്ച് ബുദ്ധിയെ വളരെ മോശമായ രീതിയിലേക്ക് കൊണ്ടെത്തിച്ചത്. അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ ബുദ്ധി നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നതായിട്ടുള്ള എല്ലാ സംഭവ വികാസങ്ങളും. ഒരിക്കലും സിനിമയെ ഒരു അവശ്യ ഘടകമായി കാണരുത് എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സിനിമ ആനന്ദം നൽകുന്ന ഒരു വിനോദം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് സിനിമാ മേഖലയിലെ വ്യക്തികളെ ഉയർത്തിയതുകൊണ്ടാണ് അവർക്ക് ആരെയും ഭയമില്ലാതെ അവരുടെ തോന്നിവാസങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു വേദി ഒരുക്കിക്കൊടുത്തത്. അത്തരം വ്യക്തികളാകുവാൻ ശ്രമിക്കുന്ന സാധാരണ ജനങ്ങൾ അവരെ അനുകരിക്കുകയും അതിൽ പരമായിട്ടുള്ള പടുകുഴികളിൽ ചെന്ന് പെടുകയും ചെയ്യുന്നത്. ഇതിന് ഒരു മാറ്റം വരേണ്ടത് അനിവാര്യം തന്നെയാണ്. എങ്ങനെയാണ് ഇതിനൊരു മാറ്റം സംഭവിക്കേണ്ടത്? ഈ ഒരു സമയം
വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യതകൾ ഉയർത്തിക്കൊണ്ട് അധ്യാപകർ വളരെ അധികം പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തെ തീർച്ചയായിട്ടുള്ള യുവജനതയെ തിരിച്ച് നല്ല സമൂഹജീവികളാക്കി മാറ്റുന്നതിന് കഴിയും എന്നുള്ളത് വ്യക്തമാണ്. അതിന് യാതൊരു സംശയവുമില്ല. ബുദ്ധിയിൽ സൂക്ഷിക്കേണ്ടത് എന്താണോ അതാണ് ബുദ്ധിയിൽ സൂക്ഷിക്കേണ്ടത്. അല്ലാതെ ഈ സിനിമാ നടന്മാരുടെ ജീവിത കഥകളൊക്കെ ബുദ്ധിയിൽ സൂക്ഷിച്ചാൽ എങ്ങനെയാണ് മൂല്യമുള്ള അധ്യാപകർ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിലേക്ക് കയറി ചെല്ലുക? അധ്യാപകർക്ക് മൂല്യമുള്ള കാര്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ടും അർത്ഥം മനസ്സിലാക്കുന്ന രീതിയിലും വേണം വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന്. അല്ലാതെ സിനിമയിൽ കാണിക്കുന്ന മാതിരി കോപ്രായങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടികൾ ഈ വിദ്യാഭ്യാസ സംബന്ധമായ മൂല്യമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയില്ല എന്നത് വ്യക്തമാണ്. ആയതിനാൽ ഈ ഒരു സമയം അധ്യാപകർക്ക് വളരെ ഉചിതമായ ഒരു സമയമാണ്. അങ്ങനെ ഈ ഒരു സമയം അധ്യാപകർ കഠിനമായി പ്രവർത്തിച്ച് സാംസ്കാരികത വളർത്തി നല്ല സമൂഹം ഉണ്ടാക്കണമെന്ന് ഈ സമയത്ത് ഞാൻ എല്ലാ നല്ലവരായ അധ്യാപകരോടും അപേക്ഷിക്കുന്നു. അങ്ങനെ ഒരു മൂല്യമുള്ള വിദ്യാസമ്പന്നമായ ഒരു സമൂഹം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നന്ദി, നമസ്കാരം.